അകക്കണ്ണിൻ്റെ വെളിച്ചം കൊണ്ട് ഇന്ത്യയെ തൊട്ടറിഞ്ഞ് കാസർഗോഡ് സ്വദേശി ദിലീപ്. കാഴ്ച പരിമിതിയെ വകവയ്ക്കാതെ മണാലി വരെ എത്തി നിൽക്കുന്ന ദിലീപിൻ്റെ വിശേഷങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി മനീഷ ആമി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം. നാലപ്പാട് ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് KOL ഹോസ്പിറ്റൽ, നുള്ളിപ്പടി, കാസർഗോഡ്. ഇതാ ഹിമാചലിലെ ട്രഡീഷണൽ ഡ്രസ് ഇട്ടിട്ട് ഞാൻ ഒരു മുയലിനെയും പിടിച്ചിട്ട്, ഒരു ക്യൂട്ടായിട്ടുള്ള മുയലിനെയും പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര വൈബാണ്. പോകുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് വേറെ ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും യാത്രകൾ ജീവിതത്തിൽ മണാലിയിലാണ്. അകക്കണ്ണിൻ്റെ വെളിച്ചം കൊണ്ട് ഇന്ത്യയെ തൊട്ടറിഞ്ഞ് യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ദിലീപാണ് കൂടെയുള്ളത്. ദിലീപ്, ഇന്ത്യയെ മൊത്തം കാണണമെന്ന് തോന്നാനുള്ള ആഗ്രഹത്തിൻ്റെ പിന്നിൽ എന്താണ്? നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ലോകയാത്രകൾക്കാണ് ആദ്യം ശ്രമിക്കുക. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ വൈവിധ്യം എന്താണെന്നും അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പം ഇന്ത്യ മൊത്തം യാത്ര ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് ചെറുതായിട്ട് അതൊക്കെ തുടങ്ങി മണാലി വരെ എത്തി നിൽക്കുന്നു. ഈ യാത്രയിൽ ദിലീപ് നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു? നമ്മുടെ ഇന്ത്യൻ്റെ കാലാവസ്ഥ ആയിക്കോട്ടെ, സ്ട്രക്ചർ ആയിക്കോട്ടെ, അതൊക്കെ വെച്ച് ദിലീപ് നേരിട്ട ബുദ്ധിമുട്ടുകൾ. കാലാവസ്ഥ എന്ന് പറയുമ്പോൾ കാലാവസ്ഥ ഓൾറെഡി നമ്മുടെ ലോകത്ത് എല്ലായിടത്തും വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയാണ് ഉള്ളത്. എല്ലായിടത്തും ഒരു വൈവിധ്യമുള്ള കാലാവസ്ഥയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ നമുക്കതൊരു ഡിഫിക്കൽട്ടായിട്ട് ഉള്ളതല്ല, കാരണം അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ബട്ട് നമ്മുടെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിലാണ് കടന്നു പോയിക്കൊണ്ടൊരു വൃത്തി കാര്യങ്ങൾ, അല്ലെങ്കിൽ റോഡുകൾ, വഴികൾ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി ചെസ് ചാമ്പ്യനാണ്, ഒരു നല്ല ക്രിക്കറ്റ് പ്ലെയറാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്, എല്ലാമാണ്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരങ്ങളും ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിരിക്കാം. ഈ മേഖലയിലേക്കുള്ള വരവ്, മത്സരങ്ങളിലുണ്ടായ അനുഭവങ്ങൾ, അതിനെക്കുറിച്ച് പറയാമോ? ഞാനിതിൽ മിമിക്രി, ചെസ് എന്നൊക്കെ പറയുന്നത് ഞാൻ സാധാരണക്കാരുടെ കൂടെ ഒപ്പം തന്നെയാണ് മത്സരിച്ചിരുന്നത്. അത് വ്യത്യസ്തമായിട്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ മിമിക്രിയൊക്കെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും യൂണിവേഴ്സിറ്റി തലത്തെങ്കിലും സാധാരണ ഒന്നിച്ച് തന്നെയാണ് മത്സരിച്ചിരുന്നത്. ചെസ് എന്ന് പറഞ്ഞാൽ സാധാരണ യൂണിവേഴ്സിറ്റി ചാമ്പ്യനൊക്കെ ആയിരുന്നെങ്കിലും നമ്മൾ ഒരു സ്പെഷ്യൽ ബോർഡിലാണ് നമ്മൾ ചെസ് കളിക്കുക. പക്ഷേ സാധാരണക്കാരോട് ഒന്നിച്ച് തന്നെയാണ് ചെസ്സിൽ മത്സരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഒന്നും മാറി നിൽക്കാതെ, സ്പെസിഫിക് ആവാതെ നമ്മൾ എല്ലാത്തിലും പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഉണ്ടായതാണ് ഈ വിജയങ്ങളൊക്കെ. കാസർഗോഡ് സ്വദേശിയാണ് ദിലീപ്. ബ്രണ്ണൻ കോളേജ്, മഹാരാജാസ് പോലെയുള്ള പ്രശസ്തമായ കോളേജുകളിൽ പഠിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പം കാസർഗോഡ് നിന്ന് ഇത്രയും ദൂരം പോയി പഠിക്കുന്ന സമയത്ത്, തിരിച്ച് നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ? കാസർഗോഡ് എൻ്റെ ജന്മനാടാണ്. ഇവിടുത്തെ വൈവിധ്യവും, ഭാഷാ വൈവിധ്യവും അല്ലെങ്കിൽ സാംസ്കാരിക വൈവിധ്യമൊന്നും മറ്റുള്ള കേരളത്തിലെ ബാക്കിയുള്ള ജില്ലകളിലൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ കുറച്ചും കൂടി ബാക്കിയുള്ള ജില്ലകൾ കാസർഗോഡിനെ അപേക്ഷിച്ച് ഒരു ഡെവലപ്ഡ് ആണ്. അപ്പോൾ കാസർഗോഡ് ഇപ്പോൾ നമ്മുടെ ഒരു കുറച്ച് കാലമായിട്ടൊരു വികസനത്തിൻ്റെ പാതയിലാണ്. അപ്പോൾ ഇനിയും കാസർഗോഡ് നല്ല രീതിയിൽ നമ്മൾ മറ്റുള്ള ജില്ലകളെ പോലെ തന്നെ വളരേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ജനിക്കാൻ പറ്റി, ഇവിടെ ജീവിക്കാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഇവിടെ ഇനിയും വികസിക്കേണ്ടതുണ്ട് പല കാര്യങ്ങളിലും. അപ്പോൾ നമുക്ക് തിരിച്ച് ദിലീപിൻ്റെ യാത്രയിലേക്ക് വരാം. ദിലീപ് ഇങ്ങനൊരു യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ച സമയത്ത് കൂട്ടുകാരിൽ നിന്നായിക്കോട്ടെ, വീട്ടുകാരിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്ത് നിന്ന് ദിലീപിനെ കാണുന്ന ആൾക്കാരിൽ നിന്നായിക്കോട്ടെ, എന്തായിരുന്നു അവരുടെ പ്രതികരണം? പോയി വന്നതിന് ശേഷം ആ പ്രതികരണങ്ങൾ മാറിയോ? അതിനെക്കുറിച്ച്. അങ്ങനെയല്ല, എന്നെ തനിച്ച് യാത്ര ചെയ്യാൻ വിടുന്നത് തന്നെ എൻ്റെ പേരൻസാണ്. അവരുടെ ധൈര്യവും അവരുടെ വിശ്വാസവും കൊണ്ടാണ് എന്നെ ആദ്യമായിട്ട് എന്നെ പുറത്ത് വിടാൻ അവർക്ക് ഒരു വിശ്വാസം വന്നത്. അപ്പോൾ അവർ തന്നെയാണ് എൻ്റെ യാത്രയിലെ ഫസ്റ്റ് ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ അതിന് കൂടെ വരാൻ ആളുകളുണ്ട്. പിന്നെ പുറത്തുള്ള ആളുകളും ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ, നമ്മളറിയാത്ത ആളുകൾ വന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ എന്നെ സപ്പോർട്ട് ചെയ്യുകയും എന്നെ കൂടുതൽ എനിക്കൊരു ധൈര്യം ഉണ്ടാക്കി തരികയും ചെയ്യുന്നൊരു കാര്യമാണ്. ദിലീപിനെ പോലെയുള്ള നമ്മൾ ഡിസേബിൾഡ് ആണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാവും നമ്മുടെ ചുറ്റിൽ. എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു മെസ്സേജ്? എന്താണ് ദിലീപിന്?
ഇല്ല, നമ്മളെല്ലാവരും എല്ലാ സമയത്തും നമ്മൾ ഒരു ഒരു ഡ്രോബാക്ക് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മളതിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഒറ്റ ചാൻസേ ഉള്ളൂ ലൈഫിൽ. ആ ലൈഫിൽ ആ ചാൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയാണ്. അപ്പോൾ നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ, അത് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക, അത്രയാണ്. അപ്പോൾ ദിലീപിന് ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം മനീഷ, KCN ന്യൂസ്, കാസർഗോഡ്.